പലപ്പോഴും നെഞ്ചുവേദന, അസ്വസ്ഥത, ദഹനക്കേട് തുടങ്ങിയ ലക്ഷണങ്ങളുണ്ടായാൽ അത് ഗ്യാസ് പ്രശ്നമാണെന്ന് ധരിച്ച് പലരും അവഗണിക്കാറുണ്ട്. എന്നാൽ ചിലപ്പോൾ ഈ ലക്ഷണങ്ങൾ ഹൃദയസംബന്ധമായ ഗുരുതര പ്രശ്നങ്ങളുടെയും മുന്നറിയിപ്പായിരിക്കും. പ്രത്യേകിച്ച് ഹൃദയാഘാതം പോലുള്ള അവസ്ഥകളിൽ വേഗത്തിൽ മെഡിക്കൽ സഹായം ലഭ്യമാക്കാത്ത പക്ഷം ജീവൻ അപകടത്തിലാവാൻ സാധ്യതയുണ്ട്. ഹൃദ്രോഗലക്ഷണങ്ങൾ മറ്റു രോഗങ്ങളുമായി സാമ്യമുള്ളത് എന്തുകൊണ്ട്? ഹൃദയസംബന്ധമായ വേദനകളും ഗ്യാസ് മൂലമുള്ള അസ്വസ്ഥതകളും പലപ്പോഴും ഒരേ പ്രദേശത്താണ് അനുഭവപ്പെടുന്നത്, നെഞ്ചിനും വയറിനും ഇടയിലുള്ള ഭാഗത്ത്. അതുകൊണ്ട് രണ്ടിനെയും പലപ്പോഴും ഒരേ രോഗം പോലെ തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ ഇവ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ലക്ഷണങ്ങളിലെ ചില വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയാൽ യഥാർത്ഥ കാരണത്തെ തിരിച്ചറിയാൻ സാധിക്കും. ഗ്യാസിന്റെ പ്രശ്നം, അപകടകരമല്ലാത്ത അസ്വസ്ഥത. ഗ്യാസിന്റെ പ്രശ്നം ശരീരത്തിന് അപകടകരമല്ലെങ്കിലും അത് വളരെ അസ്വസ്ഥയുണ്ടാക്കും. സാധാരണയായി വയറിന്റെ മുകളിൽ, നെഞ്ചിന്റെ താഴെ ഭാഗത്താണ് വേദന അനുഭവപ്പെടുന്നത്. നെഞ്ചുവേദന ഹൃദ്രോഗമോ രണ്ടിന്റെയും ലക്ഷണങ്ങളിലെ വ്യത്യാസം ഇതാണ്. ഇത് പുകച്ചിലായി, കോച്ചിപ്പിടുത്തമായോ അല്ലെങ്കിൽ കുടഞ്ഞുപോകുന്ന പോലെ തോന്നിയേക്കാം. ശരീരം ചലിപ്പിക്കുമ്പോൾ വേദനയുടെ സ്ഥാനം മാറാനും സാധ്യതയുണ്ട്. വയറുവീർപ്പ്, ഏമ്പക്കം, വായുകോപം, നേരിയ ദഹനക്കേട്, ചെറുവയറുവേദന, വയറുനിറഞ്ഞ അവസ്ഥ എന്നിവ ഗ്യാസ് പ്രശ്നത്തിന്റെ പ്രധാന ലക്ഷണങ്ങളാണ്. ഇവ സാധാരണയായി താൽക്കാലികമാണ്. ഏമ്പക്കം വിടുകയോ മലവിസർജനം നടത്തുകയോ ചെയ്താൽ ശമനമുണ്ടാകാറുണ്ട്. ഹൃദയാഘാതം, അടിയന്തര മെഡിക്കൽ അവസ്ഥ. അതേസമയം ഹൃദയാഘാതം വളരെ ഗുരുതരമായ രോഗാവസ്ഥയാണ്. ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഹൃദയാഘാതത്തിന്റെ പ്രധാന ലക്ഷണം നെഞ്ചിന്റെ നടുവിലോ ഇടതുഭാഗത്തോ അനുഭവപ്പെടുന്ന ഞെരുക്കമുള്ള വേദനയാണ്. ഈ വേദന എന്തോ ഭാരം കയറ്റിവെച്ചതുപോലെയോ കഠിനമായ സമ്മർദ്ദമോ മുറുക്കം പോലെയോ തോന്നിയേക്കാം. ഈ വേദന ഇടത് കൈ, താടി, കഴുത്ത്, പിന്നെ ചിലപ്പോൾ പുറം ഭാഗം വരെ വ്യാപിക്കാറുണ്ട്. സാധാരണ ഗ്യാസ് വേദന മാറുന്നതിന് വിപരീതമായി ഹൃദയാഘാതത്തിന്റെ വേദന തുടർച്ചയായിരിക്കും. ഹൃദയാഘാതത്തിന്റെ മറ്റ് ലക്ഷണങ്ങൾ. ഹൃദയാഘാതത്തോടൊപ്പം അനുഭവപ്പെടുന്ന ചില മറ്റു പ്രധാന ലക്ഷണങ്ങൾ താഴെപ്പറയുന്നവയാണ്. കഠിനമായ ശ്വാസംമുട്ടൽ, തണുത്ത വിയർപ്പ്, തലകറക്കം അല്ലെങ്കിൽ മയക്കം, ഛർദി അല്ലെങ്കിൽ ഓക്കാനം, കൈകളിലോ കാലുകളിലോ ബലഹീനത, അസാധാരണമായ ക്ഷീണം, നെഞ്ചുവേദന അല്ലെങ്കിൽ സമ്മർദ്ദം. ഈ ലക്ഷണങ്ങൾ ഗ്യാസ് മൂലമുള്ള അസ്വസ്ഥതകളെ അപേക്ഷിച്ച് വളരെ ഗൗരവമുള്ളവയാണ്. ഈ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഗ്യാസ് പ്രശ്നമാണെന്ന് കരുതി കാത്തിരിക്കുന്നത് അപകടകരമാണ്. ഉടൻ തന്നെ ആശുപത്രിയിൽ പോയി പരിശോധന നടത്തുന്നത് അനിവാര്യമാണ്. എങ്ങനെ തിരിച്ചറിയാം? ഒരു ലളിതമായ വ്യത്യാസം മനസ്സിലാക്കാം. ഗ്യാസ് വേദന സാധാരണയായി ശരീരഭാഗം മാറ്റുമ്പോൾ സ്ഥാനം മാറും. ഹൃദയാഘാതത്തിന്റെ വേദന മാറ്റമില്ലാതെ തുടരും. ഗ്യാസ് വേദനയ്ക്ക് ഭക്ഷണശീലമോ ദഹനക്കേടോ കാരണമാകാം. എന്നാൽ ഹൃദയാഘാതം രക്തപ്രവാഹത്തിലെ തടസ്സം മൂലമാണെന്നതാണ് പ്രധാന വ്യത്യാസം. പരിചരണം ആവശ്യമുള്ളത് എപ്പോൾ? നെഞ്ചുവേദന, ശ്വാസം മുട്ടൽ, വിയർപ്പ്, തലകറക്കം തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വയം ചികിത്സ ശ്രമിക്കാതെ ഉടൻ വൈദ്യസഹായം തേടുക. ഡോക്ടർ നിർദ്ദേശിക്കുന്ന പരിശോധനകൾ, ഇസിജി, ട്രോപോണിൻ ടെസ്റ്റ് തുടങ്ങിയവ വഴി യഥാർത്ഥ കാരണം ഉറപ്പാക്കാം. ശ്രദ്ധിക്കുക: ഈ ലേഖനം പൊതുവായ ആരോഗ്യവിവരങ്ങൾക്കായി തയ്യാറാക്കിയതാണ്. ഇത് വൈദ്യോപദേശത്തിനോ രോഗനിർണയത്തിനോ ചികിത്സക്കോ പകരമല്ല. ആരോഗ്യപ്രശ്നങ്ങൾ നേരിടുമ്പോഴും ജീവിതശൈലി മാറ്റങ്ങൾ ആലോചിക്കുമ്പോഴും വിദഗ്ധ ഡോക്ടറുടെ ഉപദേശം തേടുക.